പ്രേക്ഷകരെ, ഇന്ന് ലോക ആയുർവേദ ദിനമാണ്. ആധുനിക ലോകത്തിൽ ആയുർവേദം എത്രത്തോളം ഫലപ്രദമാണ്, ഏതൊക്കെ രോഗങ്ങൾക്കാണ് ആയുർവേദം ഫലപ്രദമായിട്ടുള്ളത്, ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് പരിശോധിക്കാം. ഇന്ന് ദേശീയ ആരോഗ്യ ദൗത്യം വിളപ്പിൽ ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ ആണ് നമുക്കൊപ്പം ന്യൂസ് ത്രീയിൽ അതിഥിയായി ചേരുന്ന രണ്ടാമത്തെ അതിഥി. ഡോക്ടർ, ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ത്രീയിലേക്ക്. അപ്പം ഡോക്ടർ ഒരു ആയുർവേദ ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ആയുർവേദ ദിനാശംസകൾ. താങ്ക് യു ഡോക്ടർ. നമുക്കറിയാം ഇന്ന് ആയുർവേദ ദിനമാണ്. അപ്പോൾ ആദ്യം തന്നെ ചോദിച്ചോളട്ടെ, എന്താണ് ഈ ആയുർവേദ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്? ഓരോ വർഷവും ഓരോ തീം ഉണ്ടാകുമല്ലോ, ഈ വർഷത്തെ തീം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഡോക്ടർ? ഈ വർഷത്തെ ആയുർവേദ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് ദ പ്ലാനറ്റ് എന്നുള്ളതാണ്. അതായത് ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആരോഗ്യത്തിന്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിനും അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനും മാത്രമുള്ളതല്ല. അത് നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയുടെ ആരോഗ്യവും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യവും ഒക്കെ പ്രധാനം ചെയ്തുകൊണ്ട് വേണം നാം നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ എന്നുള്ളത് ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇത്തരത്തിലൊരു കാഴ്ചപ്പാടോടുകൂടി പോകുന്ന ഏക ശാസ്ത്രവും ആയുർവേദം തന്നെയാവണം. കാരണം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് അല്ലെങ്കിൽ പ്രകൃതിക്ക് കൂടി ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് അത്രയും ഒരു സമുന്നതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടി കൂടി പോകുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് ആയുർവേദം. അപ്പോൾ ഇത് തന്നെയാണ് ഈ വർഷത്തെ തീം. ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ ഈ വർഷം ചാർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 10ാമത് ആയുർവേദ ദിനാചരണമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ശരി ഡോക്ടർ, നമുക്കറിയാം ഈ ആയുർവേദം എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. കാരണം യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. അതുമാത്രമല്ല, നമ്മുടെ രോഗം പൂർണ്ണമായി മാറുമെന്ന് ഓരോരുത്തരും വിശ്വസിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം. പണ്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? ഒരു കാലത്ത് സാധാരണക്കാരടക്കം എല്ലാവരും എടുത്തൊരു ചികിത്സാ രീതി എന്ന് പറയുന്നത് ആയുർവേദമായിരുന്നു. പിന്നെ ഇടക്കാലത്ത് അതിലോട്ട് ആളുകൾ മാറാത്തൊരു സാഹചര്യം വന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആയുർവേദത്തിലേക്ക് ആളുകൾ പൂർണ്ണമായി തിരിയുന്നൊരു സാഹചര്യമുണ്ടോ ഡോക്ടർ? ഉണ്ട്, തീർച്ചയായും. കാരണം ഒരുപാട് പേര് ഇന്നിപ്പോൾ എനിക്കറിയാം, ഞാനിരിക്കുന്ന വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ പോലും കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 80% ജനങ്ങളുടെ പോപ്പുലേഷൻ പോലും ആയുർവേദത്തിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. അത്രയും ഡിപ്പെൻഡൻസ് നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ആയുർവേദത്തിനെ ആഗ്രഹിക്കുന്നവർ, അതിനെ ഇഷ്ടപ്പെടുന്നവർ, അത്രയും വലിയൊരു പോപ്പുലേഷൻ ആയുർവേദത്തിനെ സമീപിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കുന്നത്, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കണക്ക് മാത്രമാണ് പറഞ്ഞത്. ഇത്തരത്തിൽ എത്രയെത്ര PHSകൾ, എത്രയെത്ര ഡിസ്പെൻസറികൾ, എത്രയെത്ര ഹോസ്പിറ്റലുകൾ, അപ്പോൾ ഇവിടെയെല്ലാം ജനങ്ങൾ ഇരമ്പിക്കയറുകയാണ്. അതേപോലെ തന്നെ ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളും. അപ്പോൾ അത്രത്തോളം ആയുർവേദത്തെ സ്നേഹിക്കുന്ന, ആയുർവേദത്തെ ഇഷ്ടപ്പെടുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ഒരു അഡ്വേഴ്സ് എഫക്ട്സും ഇല്ലാത്ത ഒരു ശാസ്ത്രം എന്നുള്ള നിലയിൽ തന്നെ ഒരുപാട് പേര് ഇതിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളത് നമുക്കും ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഡോക്ടർ, അപ്പോൾ പോലും എല്ലാ ചികിത്സയ്ക്കും ആയുർവേദത്തിൽ മരുന്നുണ്ട് എന്നതിലൊക്കെ പറയാൻ സാധിക്കുമോ? അപ്പോൾ ക്യാൻസർ പോലുള്ള രോഗം, അതൊക്കെ നമ്മൾ അല്ലാത്ത ചികിത്സാ രീതി സ്വീകരിക്കുമ്പോൾ ഒരുപാട്, നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ ആയുർവേദത്തിന് അത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് ആയുർവേദം എത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്രമാത്രം ഫലപ്രദമാണ്? എത്ര വേഗത്തിൽ ആ ഒരു രോഗിക്ക് രോഗമുക്തി ഉണ്ടാകും? ആയുർവേദത്തിലെ ക്യാൻസർ എന്ന് പറയുന്നത് എടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, അതിനൊരുപാട് മെഡിസിൻസ് നമുക്കുണ്ട്. പക്ഷേ എല്ലാ സയൻസിനും അതിൻ്റേതായ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഒത്തിരിയും കാര്യങ്ങളിൽ നമുക്ക് ഇതര വൈദ്യശാസ്ത്രങ്ങൾ ആവശ്യമാണ്. അല്ലാതെ ആയുർവേദം മാത്രം കൊണ്ട് നമ്മൾ എല്ലാ ചികിത്സകളും ചെയ്യണം എന്നൊരു അഭിപ്രായക്കാരി അല്ല ഞാൻ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരുപാട്, കാരണം ആദ്യത്തെ സ്റ്റേജിലൊക്കെ നാം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ മരുന്നുകൾ കൊണ്ട് മാത്രം നമുക്ക് ക്യാൻസറിനെ പോലും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ക്യാൻസറുകളിൽ. പക്ഷേ എല്ലാ വിധത്തിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഇപ്പം സർജറി ചെയ്ത് മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമുക്ക് സർജറി ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതര വൈദ്യശാസ്ത്രങ്ങളുടെ ഹെൽപ്പോട് കൂടി തന്നെ. പക്ഷേ പലപ്പോഴും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണല്ലോ നമുക്ക് ആവശ്യം. ഈ പറയുന്നത് പോലെ എല്ലാ സയൻസിൻ്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം കൂടി ഒത്തിണക്കിക്കൊണ്ടൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കും എപ്പോഴും ഒരു സാധാരണ ജനത്തിനെ സംബന്ധിച്ച് ഏറെ പ്രയോജനകരമാവുന്നത്. പക്ഷേ ആയുർവേദം കൈയടക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് റിസർച്ച് വർക്ക്സ് നടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടേതായ ഒരുപാട് സയൻറ്റിഫിക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് റിസർച്ച് വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, ക്യാൻസർ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഒരുപാട് ആയുർവേദ ഡോക്ടേഴ്സ് ഞങ്ങളുടെ ഇടയിലുണ്ട് താനും.
ശരി. ഡോക്ടർ, ഇപ്പോൾ ഒരു 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 പേഷ്യന്റ്, ആ പേഷ്യന്റിന് ഇത്രയും നാൾ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ആ പേഷ്യന്റ് ഇംഗ്ലീഷ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡോക്ടർമാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നു, അത്തരത്തിലുള്ള ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അയാൾക്ക് തോന്നുകയാണ്, എനിക്ക് കുറേ സൈഡ് എഫക്റ്റ് ഉണ്ടായി, ഞാൻ ഇനി ആയുർവേദത്തിലോട്ട് വരാം. അപ്പോൾ പെട്ടെന്ന് അയാൾക്ക് ഒരു അസുഖം വരുന്നു, അയാൾ ഒരു ആയുർവേദ ഡോക്ടറെ കാണിക്കുന്നു, അതിനുള്ള ചികിത്സ തുടങ്ങുന്നു. പക്ഷേ ആ രോഗിയിൽ അല്ലെങ്കിൽ ആ പേഷ്യന്റിൽ അത്ര വേഗം ആ ചികിത്സ അത് ഫലപ്രദമാകുമോ? അല്ലെങ്കിൽ നമ്മളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആയുർവേദം ആണ് ഞാൻ എടുക്കുന്നത്, അപ്പോൾ സമയമെടുക്കും അസുഖം മാറാൻ, ഒരുപാട് സമയമെടുക്കുമെന്ന്. അത് ശരിയാണോ ഡോക്ടർ? എന്തായിരുന്നാലും അലോപ്പതി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആയുർവേദത്തിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മെഡിസിൻസ് അതിനോടൊപ്പം തന്നെ കൊടുത്തു തുടങ്ങും. ഒരു 1 hour ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും നമ്മൾ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് പതുക്കെ ആ മെഡിസിൻസിൻ്റെ അളവ് ടേപ്പർ ചെയ്ത് കൊണ്ടുവരും. അതായത് നമ്മുടെ മെഡിസിൻസ് കൊടുത്ത് ആ പേഷ്യൻറ്റിന് അതിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് അലോപ്പതി ഡോക്ടർ തന്നെ ഇതിൻ്റെ അളവ് തോത് കുറച്ച് കൊണ്ടുവരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പതുക്കെ ആയുർവേദത്തിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും. കാരണം എത്രയോ കാലം കൊണ്ട് അലോപ്പതി കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഓൾ ഓഫ് എ സഡൻ അതിലേക്ക് മാറുമ്പോൾ അവർ അത്രയും നാൾ കൊണ്ട് അത് ആ മെഡിസിൻ അഡിക്റ്റഡ് ആണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മാറാൻ കഴിയില്ല. പക്ഷെ നമുക്ക് പതുക്കെ ടേപ്പർ ചെയ്ത് കൊണ്ടുവന്ന് നമുക്കത് കുറച്ച് നമ്മുടെ മെഡിസിനിലേക്ക് എത്തിക്കാൻ പറ്റും. അതിനുശേഷം പിന്നീട് നമുക്ക് ഡയറ്റും മറ്റുള്ള കാര്യങ്ങളും വ്യായാമവും ഒക്കെ തന്നെ ഇതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും ആയുർവേദത്തിലേക്ക് എത്തിക്കാനും സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ ഈ കൂടുതലും ആളുകളൊക്കെ ടെക്കികളൊക്കെ ഇരുന്നുള്ള ജോലികളാണ്, മണിക്കൂറുകളോളം ഒരേ ഇരുന്ന് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ഒരുപാട്, ഇപ്പം ഞങ്ങൾ മീഡിയക്കാരായാലും കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പൊതുവേ കാണുന്ന ഒരു അസുഖമാണ് ഈ തോൾ വേദന, അല്ലെങ്കിൽ പുറം വേദന, ശരീരവേദന എന്നൊക്കെ. അപ്പം ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ആയുർവേദമാണോ ഫലപ്രദം? ആയുർവേദത്തിന് നല്ല ഫലപ്രദമായ ചികിത്സ അതിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പം തന്നെ നമുക്കറിയാം, ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് 4 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രി തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരികയാണ്. ഏതാണ്ട് 12ഓളം പുതിയ പ്രൊജക്റ്റുകളാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് മാഡം ഇപ്പോൾ സൂചിപ്പിച്ചത്. അതായത് മസ്കുലോസ്കെലറ്റൽ ക്ലിനിക്ക് പ്രത്യേകമായിട്ട് നമ്മൾ പുതുതായിട്ട് നമ്മുടെ എല്ലാ ആശുപത്രികളിലും നാം അത് ഇൻ്റർവീൻ ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും അത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ, ശരിക്കും ഈ നമ്മളൊരു ഒക്കുപേഷണൽ ഹസാർഡ് എന്നൊക്കെ പറയാവുന്നത് പോലെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിനകത്ത് നിന്ന് നമ്മൾ ആ ഒരു ഇരുന്നുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വർക്ക് കൊണ്ട് നമുക്ക് വരുന്ന ഇത്തരം വേദനകളും ഒക്കെ തന്നെ നമുക്ക് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഇതുകൂടാതെ ഇന്ന് ഒരുപാട് പ്രൊജക്റ്റുകളാണ്. കാരണം ഏതാണ്ട് 240ഓളം ISM സ്ഥാപനങ്ങൾ ഈ ഹോസ്പിറ്റൽസായി മാറുകയാണ്. അതുപോലെ NCD ക്ലിനിക്കുകൾ പ്രത്യേകം ചെയ്യുന്നു. അതുപോലെ സുപ്രജ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് പുതുതായിട്ട് വരുന്നു. അതുപോലെ നമ്മുടെ പോസ്റ്റ്നൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പ്രത്യേകം പ്രൊജക്റ്റ്, ഹർഷ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഡിപ്രഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പ്രൊജക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ക്ലിനിക്കുകളാണ് ഇന്ന് നമ്മൾ നടക്കുന്നത്. ഏതാണ്ട് 10,000-ലധികം ആയുഷ് യോഗ ക്ലബ്ബുകൾ പുതുതായിട്ട് വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട്, പ്രത്യേകിച്ചും എടുത്തു പറയാനായിട്ട് ഞങ്ങളൊക്കെ ഏറെ സന്തോഷിക്കുന്നത് ആലപ്പുഴ നമ്മുടെ മോട്ടോർ ബോട്ടിൽ തന്നെ ഒരു ഡിസ്പെൻസറി അല്ലെങ്കിൽ ഒരു ആയുർവേദ സംവിധാനങ്ങൾ അതിനുള്ളിൽ തന്നെ ഒരുക്കിക്കൊണ്ട് അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള 12ഓളം പ്രോജക്റ്റുകളാണ് നമുക്ക് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇനാഗുറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ആയുർവേദത്തിനെ എല്ലാവർക്കും ആശ്രയിക്കാം. തീർച്ചയായും മാഡം ഇപ്പോൾ എന്നോട് വളരെ വിശദമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഒരുപാട് പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ആളുകളിലേക്ക് ഇത് കൃത്യമായി എത്തുന്നുണ്ടെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? ആളുകളിലേക്ക് ഇത് കൃത്യമായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നു. ഏതാണ്ട് 5000ഓളം ക്ലാസ്സുകളാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു സംഘടന തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം എല്ലാ വിധത്തിലുള്ള ആയുർവേദത്തിൽ വരുന്ന ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ ഒരു പേരൻറ് സംഘടനയാണ് AMI. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇത്രത്തോളം അവയർനെസ് ക്ലാസ്സുകൾ നടത്തുന്നു. കൂടാതെ ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് പോസ്റ്റർ മേക്കിംഗ്, റീൽസ് മേക്കിംഗ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉപന്യാസ മത്സരങ്ങൾ, അതേപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷൻസ്, ഇതൊക്കെ ഞങ്ങൾ നടത്തുക. ഈവൻ ഇത് കൂടാതെ തന്നെ മണ്ഡലാടിസ്ഥാനത്തിൽ നാളെ നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്ന പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കാട്ടാക്കട മണ്ഡലത്തിൻ്റെ ഇനാഗുറേഷൻ അഡ്വക്കേറ്റ് MLA IB സതീഷ് സാർ നടത്തി തരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഇതെല്ലാം ഞങ്ങളുടെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും ജില്ലാ പ്രോഗ്രാം മാനേജറുടെയും നേതൃത്വത്തോടെ, സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറുടെ ഒക്കെ നേതൃത്വത്തോടെ വളരെ ഗംഭീരമായി തന്നെ നടക്കുന്നു. അപ്പോൾ ഇത്തരം അവയർനെസ് ക്ലാസ്സുകളിലൂടെ ഒരുപാട് ജനങ്ങൾ ഇതിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ ഏറെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു.
തീർച്ചയായും. അപ്പോൾ എന്തായാലും ആയുർവേദ ദിനമാണ്. ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഡോക്ടർ സ്മിത എസ് ശിവൻ നമ്മളോട് പങ്കുവച്ചത്. ഒരുപാട് നന്ദി ഡോക്ടർ. ന്യൂസ് 18 അതിഥിയായെത്തിയത്, ന്യൂസ് 3 അതിഥിയായെത്തിയതിന്, വിശേഷങ്ങൾ പങ്കുവച്ചതിനൊപ്പം ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി പറഞ്ഞു തന്നതിന്. താങ്ക് യു.